ഹായ്. രേണുസുതിയുടെ ഇൻ്റർവ്യൂ പലരും കണ്ടിട്ടുണ്ടായിരിക്കും. ഈ ഇൻ്റർവ്യൂ വന്ന സമയത്ത് ഞാൻ ആദ്യം കരുതിയത് ഇവരുടെ ട്രീറ്റ്മെൻറ്റ് ഭാഗമായിട്ട് എന്തെങ്കിലും പറയാനായിരിക്കും വന്നിട്ടുണ്ടായിരിക്കുക എന്ന് കരുതിയാണ് ഞാൻ ഇൻ്റർവ്യൂ കണ്ടു തുടങ്ങിയത്. പക്ഷേ കണ്ടപ്പോഴത്തേക്കാണ് മനസ്സിലായത് ഇത് ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയോ വേറൊരു കാര്യങ്ങളും പറയാനല്ല. കിച്ചു എന്ന് പറയുന്ന വ്യക്തിയെ എങ്ങനെ തരം താഴ്ത്താം, അല്ലെങ്കിൽ എങ്ങനെ അവനെതിരെ നമുക്ക് എത്രത്തോളം സംസാരിക്കാൻ പറ്റുമോ അത്രത്തോളം നമ്മൾ സംസാരിക്കുക. അതിനുവേണ്ടി മാത്രമാണ് രേണു ഈ ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുള്ളത്, അല്ലാതെ വേറെ ഒരു കാര്യത്തിനും വേണ്ടിയല്ല. പിന്നെ കുറച്ച് നാള് രേണു എന്ന് പറയുന്നൊരു മുഖം സോഷ്യൽ മീഡിയയിൽ എല്ലാവരും മറന്ന് തുടങ്ങിയൊരു മുഖമാണ്. എന്ന് വെച്ചാൽ അവർക്ക് സുഖമില്ലാതിരിക്കുകയാണ്, അതുകൊണ്ട് ആരും വീഡിയോസും കാര്യങ്ങളും ഒന്നും ചെയ്യാതെ മാറി നിൽക്കുകയായിരുന്നു. അപ്പോൾ തൻ്റെ മുഖം ഇനി എല്ലാവരും മറന്നുപോയാലോ എന്ന് കരുതിയാണ് രേണുസുതി തന്നെ ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുള്ളത്. എനിക്ക് ഇൻ്റർവ്യൂ കണ്ടുകൊണ്ടിരുന്ന സമയത്ത് തന്നെ തോന്നിയെന്തോ രേണുസുതി പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ വെച്ച് തന്നെയാണ് ഈ സംസാരിക്കുന്നതെന്ന്. അതിൽ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഞാനിവിടെ കാണിക്കാം. ണ്ട് എനിക്കും ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ ഇത് ആളുകൾ അറിയണമെന്ന് എനിക്ക് പേഴ്സണലി ആഗ്രഹം ഉള്ളതുകൊണ്ട് ഞാനൊരു കാര്യം ചോദിക്കുകയാണ്. ഞാൻ ഈ ഒരു പോസ്റ്റർ, ഒരു തംബ്നെയിൽ കാണിക്കാം. ആ തംബ്നെയിൽ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നും. ഇതാണ് ആ തംബ്നെയിൽ വരുന്നത്. ഇതിനകത്ത് വരുന്നത് ചേച്ചിയുടെ പടവും വെച്ചിട്ടുണ്ട്, കിച്ചുവിന്റെ പടവും വെച്ചിട്ടുണ്ട്, പിന്നെ ആ വ്ളോഗറുടെ പടവും വെച്ചിട്ടുണ്ട്. എന്തോ ഒരു റൈറ്റപ്പ് ഇത് റൗണ്ട് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. കണ്ടന്റ് ഇതാണ്: ഗർഭമാക്കിയോ? കിച്ചു രേണുവിനെ പീഡിപ്പിക്കാൻ ശ്രമിച്ചോ? സത്യം ഇത്. കിച്ചു രേണുവിനോട് മോശമായി പെരുമാറിയോ? ക്വസ്റ്റ്യൻ മാർക്ക്. ഈ സത്യം നിങ്ങൾ അറിയണം. പിന്നെ രേണുവിന്റെ ഗർഭം, പിന്നെ ഒരു മോർ ഇട്ടിട്ടുണ്ട്. എനിക്ക് തോന്നി ഗർഭക്കഥ. ഞാൻ നിങ്ങൾക്ക് ഇന്റർവ്യൂവിന് വിളിച്ചിട്ട് അല്ലെങ്കിൽ ഇന്റർവ്യൂ കൊണ്ടിരുത്തിയിട്ട് ഇതല്ലാതെ വേറെ ഒന്നും ചോദിക്കാനായിട്ടില്ലേ? പണ്ടെങ്ങാണ്ടോ ഇട്ട ഒരു തംബ്നെയിൽ വെച്ചിട്ട് ഇപ്പോൾ വന്നിരുന്ന് സംസാരിക്കുന്നു. ഇതിനെ പറ്റിയാണോ ചോദിക്കേണ്ടത്? അല്ലെങ്കിൽ ഒരു ഇന്റർവ്യൂ എന്ന് പറയുമ്പോൾ ഇതാണോ ചർച്ച ചെയ്യേണ്ടത്? അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തൊക്കെ കാര്യങ്ങൾ ചോദിക്കാമായിരുന്നു? രോഗാവസ്ഥയെ പറ്റി ചോദിക്കാമായിരുന്നു, ഹോസ്പിറ്റലിലെ കാര്യങ്ങൾ ചോദിക്കാമായിരുന്നു, ഇതുപോലുള്ള പേഷ്യൻസിനെ അവർ കാണുന്നില്ല അതിനെപ്പറ്റി ചോദിക്കാമായിരുന്നു. പണ്ടെങ്ങാണ്ടോ ഇട്ട ഒരു തംബ്നെയിൽ എടുത്ത് പിടിച്ചിട്ട് ഇത് വന്ന് സംസാരിക്കേണ്ട ആവശ്യം ഇതിൽ എന്താണ് സംസാരിക്കാനുള്ളത്? ഈ ഇപ്പോൾ ഇടുന്ന തംബ്നെയിലുകൾ, അതായത് യൂട്യൂബിൽ ഒട്ടുമിക്ക പേരും ഇടുന്ന തംബ്നെയിലുകളായിക്കോട്ടെ, അതൊരു ക്യാച്ചിങ്ങിന് വേണ്ടി, എന്ന് വെച്ചാൽ അത് നമ്മൾ കാണണം എന്നുള്ളൊരു ഉദ്ദേശത്തോടെ കൂടെയാണ് തംബ്നെയിലുകൾ കൊടുക്കുന്നത്. പെട്ടെന്ന് ഇതിനുള്ളിൽ ഇതായിരിക്കും എന്ന രീതിക്ക് ക്ലിക്ക് ചെയ്ത് നോക്കുമ്പോൾ അത് അവർ കാണണമല്ലോ. കാരണം ആ ഒരു രീതിക്ക് തംബ്നെയിൽ കൊടുക്കും. അത് ചിലപ്പോൾ ഉള്ളിൽ അത് ചിലപ്പോൾ അതൊന്നും ഉണ്ടായിരിക്കില്ല. ആളുകൾ ക്ലിക്ക് ചെയ്യാൻ വേണ്ടി മാത്രം ചിലപ്പോൾ ഒരു തെറ്റായ ധാരണയോടെ തംബ്നെയിൽ കൊടുക്കാറുണ്ട്. അങ്ങനെ ഒരുപാട് പേര് മോശമായിട്ട് കൊടുക്കുമോ എന്ന് ചോദിച്ചാൽ അതൊന്നും ഇല്ല. പക്ഷേ ഒരു പെട്ടെന്നൊരു ക്യൂരിയോസിറ്റി തോന്നാൻ വേണ്ടി ഇങ്ങനത്തെ തംബ്നെയിലുകൾ കൊടുക്കാറുണ്ട്. അപ്പോൾ ഇതിനെയൊന്നും വെച്ച് ചോദ്യം ചെയ്യേണ്ട ഒരാവശ്യമില്ല. ഇതിലൊന്നും ഇത് ചോദിച്ചിട്ട് എന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്? ഈ വന്നിരിക്കുന്നവർക്ക് ബോധമൊന്നുമില്ലേ? എന്തൊരു ചോദ്യമാണ്. അടുത്തത് കാണാം നമുക്ക്. മകനും എന്റെ ഭർത്താവിന്റെ വീട്ടുകാർക്കും അറിയാവുന്ന കാര്യം. ഇന്ന് വരെ ഞാൻ എന്റെ ഭർത്താവിന്റെ വീട്ടുകാരെ ഒരു നെഗറ്റീവ് ഞാൻ പറഞ്ഞില്ല. പക്ഷെ എനിക്കിന്ന് പറയണം. ഇനി ഇതിന്റെ പേരിൽ ഇനി വിവാദം ഉണ്ടായാലും, ഇതിന്റെ അടിയിൽ വന്ന് നെഗറ്റീവ് കമന്റ്സ് കൊണ്ട് എന്നെ മൂടിയാലും, എന്നെ ശപിച്ചാലും, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കുറച്ച് നല്ല ആളുകൾ എന്റെ വീട്ടുകാരും എന്റെ കൂടെ ഉള്ളിടത്തോളം കാലം ഞാൻ താഴെ വീഴും. കൊല്ലം സുധി എന്ന് പറയുന്ന ആളുടെ വീട്ടുകാര് രേണുവിനെ നോക്കിയിട്ടില്ല എന്നാണ് പറയുന്നത്. ഒരുപക്ഷെ ഇവരുടെ ചിലപ്പോൾ നീക്കങ്ങൾ എന്ന് വെച്ചാൽ ഇവർ സോഷ്യൽ മീഡിയയിലൊക്കെ ആദ്യം വന്ന സമയത്ത് ഒരു നെഗറ്റീവിലൂടെയാണ് ഇവർ വളർന്നുകൊണ്ട് വന്നത്. അതൊരു പോസിറ്റീവായിട്ട് നമുക്ക് പറയാനായിട്ട് ഒന്നുമില്ല. നെഗറ്റീവിലൂടെ തന്നെയാണ് ഇവർ വന്നിട്ടുള്ളത്. സുധി എന്ന് പറയുന്ന വ്യക്തി മരിച്ചപ്പോഴും, അല്ലെങ്കിൽ മരിക്കുന്നതിന് മുൻപ് മരിച്ചപ്പോഴും രേണുവിനോട് എല്ലാവർക്കും ഒരു ഇഷ്ടവും സിമ്പതിയും എല്ലാം ഉണ്ടായിരുന്നു. വളരെ കഷ്ടപ്പെട്ട് നിൽക്കുന്ന ഒരു ഫാമിലിയാണ്. ആ ഒരു രീതിക്ക്, ആ ഒരു തരത്തിൽ രേണുവിനോട് എല്ലാവർക്കും ഇഷ്ടവും സ്നേഹവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷെ നിങ്ങൾ എന്നാണ് സോഷ്യൽ മീഡിയയിലൂടെ നിങ്ങൾ നെഗറ്റീവിലൂടെ പബ്ലിസിറ്റി നേടി തുടങ്ങിയത്? അന്ന് മുതലാണ് ആൾക്കാർ രേണുവിനെ വെറുത്തു തുടങ്ങിയത്. കാരണം നിങ്ങളെ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു, എല്ലാവർക്കും ഭയങ്കര സ്നേഹവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതിന് ശേഷമാണ് രേണുവിൻ്റെ സ്വഭാവം എന്ന് വെച്ചാൽ രേണു ആദ്യം മുൻപ് എങ്ങനെയായിരുന്നോ ഉണ്ടായിരുന്നത് അതിൽ നിന്ന് മാറി രേണുവിൻ്റെ സംസാരവും രീതിയും കാര്യങ്ങളും എല്ലാം മാറി.
രേണുവിൻ്റെ എന്താ തനി ഈ ഒരു മാസ് കഴിഞ്ഞ് വീഴുന്ന തരത്തിലേക്കായിരുന്നു രേണുവിൻ്റെ പ്രതികരണവും അല്ലെങ്കിൽ രേണു സംസാരിച്ചിരുന്നത്. ഇന്നൊരു വിഷയം പറയുകയാണെങ്കിൽ നാളെ അത് മാറ്റി പറയും, പിറ്റേ ദിവസം അതും പറഞ്ഞിട്ടില്ല എന്ന് പറയും. നമുക്കൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. ഇന്ന് പറയുന്നതല്ല നാളെ പറയുന്നത്, നാളെ പറയുന്നതല്ല മറ്റന്നാളെ പറയുന്നത്, ആ ഒരു തലത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ സംസാരവും കാര്യങ്ങളൊക്കെ ആർക്കും ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു രീതിയാണ്. ചിലപ്പോൾ ആ സമയത്ത് അവർ ചിലപ്പോൾ ഒരു ദേഷ്യമോ അവർക്ക് ഭയങ്കര വിഷമമോ എന്തൊക്കെ തോന്നിയിട്ടുണ്ടായിരിക്കും. കാരണം എന്തൊക്കെ പറഞ്ഞിരുന്നാലും അവരുടെ മകൻ്റെ ഭാര്യയല്ലേ. അപ്പോൾ അതാരും ഉൾക്കൊള്ളില്ല, അല്ലെങ്കിൽ അതാരും നിങ്ങളെ നല്ല രീതിയിൽ എന്തായാലും ഉൾക്കൊള്ളാനായിട്ട് അവർക്ക് സാധിക്കില്ല. അവരിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് പബ്ലിസിറ്റി ഉള്ളവർ ആ ഒരു തരത്തിലൊന്നും നിൽക്കുന്നവരല്ല. അപ്പോൾ അവർ ആ ഒരു രീതിയിൽ നിൽക്കുന്നു, നീ ഈ ഒരു രീതിയിൽ നിൽക്കുന്നു. അതുകൊണ്ട് അവർ നിങ്ങളെ വന്ന് കണ്ടില്ല, വിളിച്ചില്ല. ചിലപ്പോൾ അവർക്കൊരു വിഷമമുണ്ട്. കാരണം അവരെ മകൻ മരിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇനി ഇവൾ എങ്ങനെ പോയാലും അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അവൾ അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്നൊക്കെ ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം. ഇനി ദേവിയത് അവരെയും കൂടെ ഇനി ഇതിൻ്റെ ഇടയിലേക്ക് വലിച്ചഴക്കാതിരിക്കുക. നിങ്ങൾക്ക് കിച്ചുവിനാണ് വെറുപ്പുള്ളത്. നിങ്ങൾ അതിന് ശേഷം പറയുന്നത്, ഇവരെ ഒന്ന് പറഞ്ഞതിന് ശേഷം കിച്ചുവിനെ തന്നെയാണ് നിങ്ങൾ പറയുന്നത്. ഇതെന്ന് പറയുന്നത് കിച്ചു വളർന്നു വരുന്നത് അവർക്ക് പിടിക്കുന്നില്ല. കിച്ചുവിനെ എങ്ങനെയെങ്കിലും താഴെ ഇറക്കണം, ആ ഒരു രീതിക്കാണ് എനിക്ക് ഫീൽ ചെയ്തത് കേട്ടോ. ഈ ഇൻ്റർവ്യൂ കാണുമ്പോഴത്തേക്കും അങ്ങനെയാണ് തോന്നുന്നത്. നിങ്ങൾ കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ജസ്റ്റ് കയറി കാണൂ. മൂവി വേൾഡ് മീഡിയ, അത് ഫസ്റ്റ് പാർട്ടേ വന്നിട്ടുള്ളൂ, ഇനി സെക്കൻഡ് പാർട്ട് കൂടെ ഉണ്ട്. അതും എന്തിനാണ് എഴുതിയെന്ന് പോലും അറിഞ്ഞില്ല. അപ്പോൾ അവരിത്രയും നാൾ മകനെ നോക്കി, പക്ഷേ മകൻ തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നൊക്കെ തരത്തിൽ ഇത് മുൻപ് പറഞ്ഞ കാര്യം തന്നെയാണ്. പക്ഷേ ഇതിനൊരു ഇൻ്റർവ്യൂ കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല, ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞ ഒരു വിഷയമാണ്. പക്ഷേ അവരൊരു റീച്ചിന് വേണ്ടിയും അല്ലെങ്കിൽ കിച്ചുവിനെ നെഗറ്റീവായിട്ട് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു വീഡിയോ കൊടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ ഈ ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുള്ളത്. ഇവർ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഞാൻ നോക്കിയൊരു മകനുണ്ട്, അവൻ എന്നെ കാണാൻ വന്നിട്ടില്ല. ഇവർക്ക് വേണമെങ്കിൽ അവനെ വിളിച്ച് സംസാരിക്കായിരുന്നില്ലേ, അല്ലെങ്കിൽ വാട്സപ്പിൽ ഒന്ന് മെസ്സേജ് അയക്കായിരുന്നല്ലോ, വോയിസ് മെസ്സേജ് അയക്കായിരുന്നല്ലോ. അപ്പോൾ അവൻ വന്ന് നോക്കുകയോ അല്ലെങ്കിൽ അതിന് മറുപടി അവൻ പറയുമായിരുന്നു. ഇവർ പബ്ലിക്കായിട്ടാണ് ഇവർ വന്ന് പറഞ്ഞത് അവൻ എന്നെ നോക്കി വന്നില്ല എന്ന്. അത് അവനും തിരിച്ച് പബ്ലിക്കായിട്ട് മറുപടി കൊടുത്തു. വിഷമങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, ഇനി വിഷമങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീരട്ടെ, ഞാനായിട്ട് കാണാൻ പോവുകയാണ്. ശരി, അവന് പബ്ലിക്കായിട്ട് പറഞ്ഞു. അവൻ വീട്ടിൽ വന്നപ്പോൾ നിങ്ങൾ ICUവിലാണ്. ഇപ്പോഴും നിങ്ങൾ പറയുന്നത് എന്താ, ഞാനിവിടെ ഇല്ലായിരുന്നു, അവനെന്താ വീടും പരിസരവും കാണാൻ വന്നതെന്നു. അപ്പോൾ വീടും പരിസരം കാണാനല്ലല്ലോ വന്നത്. അപ്പോൾ നിങ്ങൾ പറഞ്ഞു, അതിന് മറുപടിയായിട്ട് അവനൊരു കാര്യം പറഞ്ഞു, എന്നിട്ട് നിങ്ങളെ കാണാൻ വന്നു. അപ്പോൾ നിങ്ങൾ ഹോസ്പിറ്റലിലാണ്, ICUവിലാണ്, നിങ്ങളെ കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അവൻ തിരിച്ചു വന്നു. ഇത് നിങ്ങളുടെ രോഗാവസ്ഥ ആയിരുന്ന സമയത്ത്, അല്ലെങ്കിൽ ഈ വിഷയം അറിഞ്ഞ സമയത്ത് നിങ്ങളെ വിളിച്ചിട്ടുണ്ടായിരുന്നു അവൻ. അപ്പം നിങ്ങളുടെ ചേച്ചിയാണ് ഫോൺ എടുത്തിട്ടുള്ളത്. ഇതൊക്കെയും പിന്നീട് വന്ന വാർത്തകളാണ്. അപ്പോൾ പറഞ്ഞു കാണാൻ പറ്റില്ല, അല്ലെങ്കിൽ അവർക്ക് ഫോൺ കൊടുക്കാൻ പറ്റില്ല എന്നുള്ള തരത്തിലൊക്കെയും പിന്നെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കിച്ചുവിന് എന്ത് വേണമെങ്കിലും പറയാം, ഞാൻ പറഞ്ഞാലാണ് തെറ്റ്. എന്താണ് പറയുന്നത്? അവൻ ഇതിനെപ്പറ്റി അതിനുശേഷം ഒരു കാര്യം പോലും അവൻ സംസാരിക്കാനായിട്ട് വന്നിട്ടില്ല. അവൻ്റെ കാര്യം നോക്കി അവൻ ജീവിക്കുകയാണ്. യൂട്യൂബേഴ്സിന് ഹിന്റ് കൊടുക്കുന്നു എന്നൊക്കെ പറയുന്നു. ഏത് യൂട്യൂബേഴ്സിനാണ് അവൻ ഹിന്റ് കൊടുത്തിട്ടുള്ളത്? അങ്ങനെ പറഞ്ഞിട്ട് അവൻ എന്താണ് ലാഭം കിട്ടുന്നത്? നിങ്ങൾ പറയുന്നത് അവന് ക്യാഷ് കിട്ടുമായിരിക്കുമെന്ന്. നിങ്ങൾക്കത് വിവരമില്ല, ബോധവും ഇല്ലേ? അവനെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാരണം അവൻ ചിലപ്പോൾ നെഗറ്റീവ് ആയിരുന്നു എന്ന് തന്നെ വിചാരിക്കുക. പക്ഷെ അവൻ്റെ വായും വെച്ചുകൊണ്ട് മിണ്ടാതിരിക്കുന്നുണ്ട്. നിങ്ങൾ അങ്ങനെയല്ല. നിങ്ങളൊരു രോഗാവസ്ഥയിലൂടെ ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും ഒന്നടങ്കം നിങ്ങളെ വെറുത്തിരുന്നവർ തന്നെ നിങ്ങളെ ഒരു സഹതാപ കണ്ണോടെ നോക്കിയ ഓരോരുത്തരുമാണ്. പക്ഷേ ഈ ഇൻ്റർവ്യൂ വന്നതോടെ വീണ്ടും എല്ലാവർക്കും നിങ്ങളടുത്ത് ഭയങ്കര ദേഷ്യമാണ്. ഇതിൻ്റെ താഴെ കിടക്കുന്ന കമൻറ്റുകൾ വായിക്കുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ട് നിങ്ങളെ നാവ് ഒരിക്കലും നന്നാവില്ല, നിങ്ങൾ ഒരു രോഗാവസ്ഥയാണ്, നിങ്ങൾക്ക് ഇനിയെങ്കിലും നിങ്ങൾക്കൊന്ന് അടങ്ങിക്കൂടെ എന്നുള്ള തരത്തിലൊക്കെ ഇഷ്ടം പോലെ കമൻറ്റുകളാണ്. എന്തിനാണ് ഇനി അവനെ നെഗറ്റീവ് പറഞ്ഞിട്ട് നിങ്ങൾക്കിനി എന്ത് കിട്ടാനാണ്? നിങ്ങളിങ്ങനെ ചിന്തിക്കുന്നിടത്തോളം കാലം
അവൻ ചിലപ്പോൾ വലിയ വലിയ ഉയരങ്ങളിലേക്ക് പൊയ്ക്കൊണ്ടേയിരിക്കും. ഇന്ന് ഒരു റീൽസിലോ ഷോർട്സിലോ എന്തോ ഞാൻ കണ്ടു, ഒരു പെൺകുട്ടി ഒരു വീഡിയോ ഇട്ടിരിക്കുന്നത് കണ്ടു. കാരണം നിങ്ങൾ എന്നൊക്കെ കിച്ചുവിനെതിരായിട്ട് നിങ്ങൾ വീഡിയോ പറയുന്നുണ്ടോ, അതിനുശേഷം അതിൻ്റെ പിറ്റേ ദിവസം നിങ്ങൾ ഹോസ്പിറ്റലിലായിരിക്കുമെന്ന്. എനിക്കറിയില്ല, ആ കുട്ടി പറഞ്ഞൊരു കാര്യമാണ്. അങ്ങനെ ഉണ്ടായിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. ആ ഒരു കുട്ടി അങ്ങനെയാണ് പറഞ്ഞത്. കാരണം നിങ്ങൾ എന്നൊക്കെ കിച്ചുവിനെതിരായിട്ട് നിങ്ങൾ വാ തുറന്ന് എന്തെങ്കിലും സംസാരിക്കുന്നുണ്ടോ, അതിൻ്റെ പിറ്റേ ദിവസം നിങ്ങൾ ഹോസ്പിറ്റലിലാണെന്ന്. ഇതൊക്കെയും നിങ്ങൾക്ക് ദൈവം തരുന്ന ഓരോ ശിക്ഷകളാണ്, അല്ലെങ്കിൽ സുധി തരുന്ന ശിക്ഷകളാണ്, അങ്ങനെയൊക്കെ പറയുന്നവരുണ്ട്. ശരി, നിങ്ങൾ വളർത്തമ്മയാണ്, സമ്മതിക്കുന്നുണ്ട്. പക്ഷേ അവന് സുധി ഉണ്ടായിരുന്ന സമയത്ത് വരെ അവൻ അച്ഛൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു, അവൻ്റെ അച്ഛനാണ്. അപ്പോൾ ആ അച്ഛൻ മരിച്ചതിന് ശേഷം അവൻ അവിടെ ആരും ഇല്ല എന്നുള്ളൊരു തോന്നൽ അവനുണ്ട്. ഈ എന്തുവാ പിള്ളേരെ നുള്ളിയും കൊടുത്ത് തൊട്ടിലിട്ട് ആട്ടും എന്ന് പറയുന്നൊരു എന്തോ ഒരു പഴഞ്ചൊല്ലുണ്ട്. ആ ഒരു രീതിയിലാണ് നിങ്ങൾ പറയുന്നത്. നിങ്ങൾ നോക്കിയിട്ടുണ്ട്, പക്ഷെ ഒരിക്കലും അമ്മയുടെ സ്ഥാനത്ത് അല്ലെങ്കിൽ അമ്മയുടെ ഒരു സ്നേഹം അവന് കിട്ടിയിട്ടില്ല എന്ന് അവൻ പറഞ്ഞിട്ടുണ്ട്. അവൻ്റെ ചാനലിൽ തന്നെ അവൻ പറഞ്ഞിട്ടുണ്ട്, അമ്മയുടെ സ്നേഹം എനിക്ക് കിട്ടിയിട്ടില്ല എന്ന്. അപ്പോൾ തന്നെ നിങ്ങൾ ചിന്തിച്ചോളണം, നിങ്ങൾ എന്ത് സ്നേഹമാണ് അവന് കൊടുത്തിട്ടുള്ളതെന്നും എന്താണ് അവൻ്റെ മനസ്സിലുള്ളതെന്നും. എന്നിട്ട് നിങ്ങൾ വീണ്ടും വന്നിരുന്ന് പറയുകയാണ്, ഞാൻ നോക്കി, ഞാൻ വളർത്തി, ഞാൻ എടുത്തു, ഞാൻ പിടിച്ചു എന്ന്. വീണ്ടും വീണ്ടും നിങ്ങൾ നെഗറ്റീവ് പറയാനല്ലാതെ ഏതെങ്കിലും ഒരു നല്ല കാര്യത്തിന് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നല്ലത് പറയാൻ വേണ്ടി നിങ്ങൾ വാ തുറക്കുന്നുണ്ടോ? ദയവേത് ഇനിയെങ്കിലും ഒന്ന് നിർത്തുക. ഇനി ഇതിൻ്റെ സെക്കൻഡ് പാർട്ടും വരാനിരിക്കുന്നല്ലോ എന്ന് വിചാരിക്കുമ്പോൾ ഇനി അടുത്തും ഇത് തന്നെയാണല്ലോ വരാൻ പോകുന്നത്. ഇതല്ലാതെ വേറെ ഒരു മാറ്റവും ഇല്ലല്ലോ. നിങ്ങൾ കിച്ചുവിനെ വെറുക്കുന്നു, അത് ഓക്കെ, ശരി. അത് മറ്റുള്ളവരുടെ മുന്നിൽ വന്നിരുന്ന് ഇങ്ങനെ ദയവ് ചെയ്ത് വന്ന് വിളമ്പാതിരിക്കുക. അത് നിങ്ങളെ തന്നെയാണ് നെഗറ്റീവായിട്ട് ബാധിക്കുന്നത്, അവനെ ഒന്നും ബാധിക്കത്തില്ല. ചിലപ്പോൾ ഇത് കണ്ടിട്ടും അവൻ ചിലപ്പോൾ ഒന്നും മിണ്ടില്ല. നിങ്ങൾ ഇതിന് മുൻപുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞപ്പോഴും അവൻ ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല. നിങ്ങൾ തന്നെയാണ് ഈ വായ തോരാതെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അവൻ്റെ ഉയർച്ച കണ്ടിട്ട് നിങ്ങൾക്ക് സഹിക്കുന്നില്ല, അത്രേ ഉള്ളൂ. അവന് വെബ്സൈറ്റൊക്കെ അവൻ്റെ തുടങ്ങിയ സമയത്ത് കളക്ടറായിരുന്നു വന്ന് ഉദ്ഘാടനമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യം തന്നെയാണ്. അവന് ചിലപ്പോൾ പക്ഷേ അവൻ ഒരുപാട് തെറ്റുകൾ അവനിൽ വന്നിട്ടുണ്ടായിരിക്കാം. അവൻ്റെ അറിവില്ലാത്ത സമയത്ത് ഒരുപക്ഷെ കഞ്ചാവ് വെച്ചിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ മദ്യപിച്ചിട്ടുണ്ടായിരിക്കാം, എന്ത് തെറ്റ് വേണോ ചെയ്ത് കാണും. പക്ഷെ അതിൽ നിന്നൊക്കെയും അവൻ പൂർണ്ണമായിട്ട് അല്ലെങ്കിൽ മാറി വരുന്നുണ്ട്. അത് തന്നെ വലിയൊരു കാര്യമാണ്. അവൻ തന്നെ വന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരുപാട് തെറ്റുകൾ എൻ്റെ ഭാഗത്തുനിന്ന് വന്നു പോയിട്ടുണ്ട്, പക്ഷെ അതിൽ നിന്നൊക്കെ അവൻ മുന്നിട്ട് അവൻ വരികയാണ്. അപ്പോൾ അവനെ കൈപിടിച്ച് ഉയർത്തുകയല്ലേ വേണ്ടത്. പിന്നെയും അവനെ താഴ്ത്തി കുഴിയിലേക്കല്ലല്ലോ ഇടേണ്ടത്. നിങ്ങൾ ഈ പറയുന്ന വെച്ച് നോക്കുമ്പോഴത്തേക്കും രേണു സുധിയെ താഴ്ത്തുന്ന തരത്തിലേക്ക്, എന്ന് വെച്ചാൽ സുധി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ നിങ്ങളിതിന് മുൻപ് കൊടുത്തപ്പോഴും അല്ലെങ്കിൽ ന്യൂസുകൾ അല്ലെങ്കിൽ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞപ്പോഴും സുധിയുടെ വില തന്നെ ഇല്ലാതെ പോയി. ഓരോ തവണ നിങ്ങൾ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും സുധി എന്ന് പറയുന്നൊരു വ്യക്തിയെ നിങ്ങൾ കൊന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസം ചെല്ലും തോറും കൊന്നിരിക്കുകയാണ്. അയാൾക്കുള്ള വിലയാണ് ഞാൻ പറയുന്നത് കേട്ടോ. അയാൾക്കൊരു കുറച്ചെങ്കിലും ഒരു വില ഉണ്ടായിരുന്നു, ആ ഒരു വില തന്നെ ഇല്ലാതാക്കുകയാണ്. ദേവിയത് നിങ്ങളെ കാര്യം നോക്കി നിങ്ങൾ ജീവിക്കുക, അതല്ലാതെ അവൻ്റെ മെക്കിട്ട് കയറാനായിട്ട് നിൽക്കാതിരിക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം നോക്കാൻ അറിയാം, നിങ്ങളുടെ മകൻ്റെ കാര്യം നോക്കാൻ നിങ്ങൾക്കറിയാം. ആര് വന്ന് നോക്കിയില്ലെങ്കിലും നിങ്ങൾക്ക് നോക്കാൻ കഴിവുണ്ടല്ലോ, അത് തന്നെ മതി. അതല്ലാതെ അവർ നോക്കും, ഇവർ നോക്കിയില്ല എന്നൊന്നും നിങ്ങൾ പറയാനായിട്ട് നിൽക്കണ്ട. നിങ്ങൾക്ക് നല്ല രീതിയിൽ എത്ര കാലം നിങ്ങൾക്ക് നോക്കാൻ പറ്റുമോ അത്രത്തോളം കാലം നിങ്ങൾ അവനെ നോക്കി അവനെ പരിപാലിച്ച് നിൽക്കുക. അതോടൊപ്പം നിങ്ങളുടെ അസുഖം ഭേദപ്പെട്ട് വരട്ടെ. അല്ലാതെ വന്നിരുന്ന് ഈ നെഗറ്റീവ് പറയുന്നത് ദയവേതൊന്ന് നിർത്തണം പ്ലീസ്. അതല്ലാതെ എനിക്ക് വേറെ ഒന്നും പറയാനായിട്ടില്ല. ശരി.